ജനങ്ങളുടെ നികുതിപ്പണം ഒരു വ്യവസ്ഥയുമില്ലാതെ പാഴാക്കി കളഞ്ഞതിന്റെ നിത്യസ്മാരകമാണ് കോഴിക്കോട്ടെ KSRTC ടെർമിനൽ. 53.30 കോടിയുടെ ഭരണാനുമതി ലഭിച്ച പദ്ധതിക്ക് 74.63 കോടി രൂപ ചെലവഴിക്കേണ്ടി വന്നിട്ടും പൊതുജനങ്ങൾക്ക് കാര്യമായ പ്രയോജനമില്ലാതെ കിടക്കുകയാണ്. ബലക്ഷയം കണ്ടെത്തിയതോടെ ടെർമിനൽ ബലപ്പെടുത്താനുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ടിന് ഹൈക്കോടതിയുടെ അനുമതിയായെങ്കിലും ആരു പണം മുടക്കും എന്ന കാര്യത്തിൽ തീരുമാനം നീളുകയാണ്. കോഴിക്കോട് അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ടെർമിനലിന് താങ്ങുവേണം. 2015 എനിക്ക് പിന്നിൽ കാണുന്ന കോഴിക്കോട്ടെ തല ഉയർത്തി നിൽക്കുന്ന ഈ KSRTC ബിൽഡിംഗ് നിർമ്മിച്ചത്. 74 കോടി രൂപ മുടക്കിയാണ് ഇരട്ട ടവർ നിർമ്മിച്ചത്. അതിനു പിന്നിലുള്ള അഴിമതി കഥയാണ് ഇനി പറയാൻ പോകുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ ബസ് സ്റ്റാൻഡിന് പകരം വിമാനത്താവളത്തിന്റെ മാതൃകയിലുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള സൗകര്യങ്ങൾ, ബസ് കയറാനെത്തുന്നവർക്ക് ഷോപ്പിംഗ് നടത്താം, പഞ്ചനക്ഷത്ര ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കാം, മൾട്ടിപ്ലക്സിൽ സിനിമ കാണാം. 2009 മാർച്ച് 31 VS അച്യുതാനന്ദൻ ടെർമിനലിന് തറക്കല്ലിട്ടപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളായിരുന്നു ഇത്. പക്ഷേ ബസ് ടെർമിനലിന്റെ ഉള്ളിൽ കയറിയാൽ അവസ്ഥ മാറും. യാത്രക്കാർ കാത്തിരിക്കുന്ന ഭാഗത്ത് വീടുകളുടെ സീലിംഗിന്റെ അത്ര പോലും ഉയരമില്ലാത്തതിനാൽ നിർത്തിയിട്ട ബസ്സുകളുടെ ബോർഡ് പോലും നേരാവണ്ണം കാണാൻ കഴിയില്ല. ബസ് വേയുടെ തൂണുകൾ നിർമ്മിക്കുമ്പോൾ ബസ് കയറാനുള്ളതാണെന്ന ചിന്ത അതിരൂപകൽപ്പന ചെയ്തവർക്കും നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവർക്കും ഇല്ലാതെ പോയതുകൊണ്ട് ബസ് ഓരോ തവണ സ്റ്റാൻഡിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും തൂണിൽ തട്ടുന്നത് നിത്യസംഭവമാണ്. ടെർമിനൽ ബലപ്പെടുത്താനുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ടിന് ഹൈക്കോടതിയുടെ അനുമതിയുണ്ടായെങ്കിലും ആര് പണം മുടക്കുമെന്ന കാര്യത്തിൽ തീരുമാനം നീളുകയാണ്. 6.3 കോടി രൂപ ചെലവിൽ കെട്ടിടം ബലപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിയമിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ആര് പണം മുടക്കുമെന്നാണ് ഇപ്പോൾ ഉയർന്ന തർക്കം. ആരാണ് ടെർമിനൽ ബലപ്പെടുത്തുകയെന്ന KTDFCയുടെയും കരാറെടുത്ത ആലിഫ് ബിൽഡേഴ്സും ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത മെയ് 20 റിപ്പോർട്ട് നൽകാനായിരുന്നു ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. തുടർന്ന് 2 തവണ യോഗം ചേർന്നുവെങ്കിലും ധാരണയായില്ല. കോടതി നൽകിയ സമയവും കഴിഞ്ഞു. മദ്രാസ് IIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 32 കോടി രൂപ ചെലവിൽ സർക്കാർ ടെർമിനൽ ബലപ്പെടുത്തി നൽകുമെന്നാണ് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു കരാറെടുത്ത കമ്പനിക്ക് നൽകിയ ഉറപ്പ്. എന്നാൽ ടെർമിനലിന് ബലക്ഷയമുണ്ടെന്ന കരാർ ഉറപ്പിക്കുന്നതിന് മുൻപ് കമ്പനിയെ അറിയിച്ചതുകൊണ്ടും കെട്ടിടം നിലവിലുള്ള അതേ അവസ്ഥയിൽ കൈമാറുന്നുവെന്ന കരാറിൽ തന്നെ വ്യവസ്ഥയുള്ളതുകൊണ്ടും ആലിഫ് ബിൽഡേഴ്സ് ബലപ്പെടുത്താനുള്ള ചെലവ് വഹിക്കണമെന്നാണ് പിന്നീട് വന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ എടുത്ത നിലപാട്. ഇതാണ് മദ്രാസ് IIT റിപ്പോർട്ടിന് പകരം മറ്റൊരു റിപ്പോർട്ട് നൽകാൻ പുതിയ ഏജൻസിയെ നിയോഗിക്കാൻ കാരണം. പുതിയ സർക്കാരും തുടർ നടപടികൾ നീട്ടിക്കൊണ്ടുപോവുകയാണ് എങ്കിൽ KSRTCക്ക് കോടികളുടെ നഷ്ടമുണ്ടാകും. 74.63 കോടി രൂപ ചെലവഴിച്ച 2015 10 നിലകൾ വീതമുള്ള ഇരട്ട ടെർമിനൽ പൂർത്തിയാക്കിയത്. പക്ഷേ 6 വർഷം കഴിഞ്ഞ് 2021 ടെർമിനൽ ലേലത്തിന് നൽകുന്നത്. അതാവട്ടെ പൂർണ്ണ നഷ്ടത്തിലും. ആരാണ് കെട്ടിടം ബലപ്പെടുത്തുക എന്നുള്ള തർക്കം തുടരുമ്പോഴും പൊതുജനങ്ങൾ ഈ കെട്ടിടം കൊണ്ട് അസ്വസ്ഥരാണ്. അതിന് കാരണമുണ്ട്. കോഴിക്കോട് KSRTCയിൽ എത്തിയവർക്കറിയാം KSRTC ടെർമിനലിനുള്ളിൽ അവർ അനുഭവിക്കുന്ന നരകയാതന. മാറി വന്ന UDF സർക്കാരെങ്കിലും അതിനൊരു പരിഹാരം കണ്ടെത്തുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ. വിഷ്ണു കച്ചേരിക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.